ഇന്നും അതുപോലെ ഏട്ടന് പോകണ്ടോണ്ടോ തന്നെ രാവിലത്തെ അംഗമൊക്കെ അടുക്കളയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം കാച്ചാന്ന് വിചാരിച്ചിട്ട് രാവിലെ അരിയൊക്കെ അരച്ചിട്ട് വലിയ അടിബഹളമൊന്നും ഇല്ലാതെ പെട്ടെന്ന് പാത്രം കാലിയാവുന്ന ഐറ്റമാണ് കേട്ടോ ഇവിടെ. പിന്നെ എൻ്റെ കൂട്ടായിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലത്തെ സെർവിങ് ജോലി ഞാൻ ഏറ്റെടുത്തോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് വന്നുള്ളോട് ഇതെങ്ങനെ തറയിൽ കളയണമെങ്കിൽ ആ തറയിൽ കളഞ്ഞെല്ലാം നിന്നെ കൊണ്ട് തീരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പ്ലേറ്റും അപ്പം കൂടെ അവിടെ കൊടുത്തു വിടുന്നത്. തലേ ദിവസം പറക്കി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി നിരത്തുന്നതിനിടയിൽ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അവിടെ അച്ഛൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കറിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുറകാലം. പാല് വാങ്ങിച്ചുകൊണ്ട് തരുന്ന ഉടനെ തന്നെ ചായ കുടിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിച്ച് കഴിയുമ്പോഴത്തേനെ ഞാൻ ചായ കൊണ്ട് ചെല്ലത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ചായയൊക്കെ തകൃതിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏട്ടനുള്ള ചായ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഇന്ന് ഇരുന്ന് കുടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ കറിയൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. ഞാൻ കറിയൊക്കെ ഏകദേശം വേവിച്ച് വെച്ചിട്ടാണ് തുണി എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് സാമ്പാറിനുള്ളത് ബാക്കി ഇങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കടുവൊക്കെ വറുത്ത് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളം കൂടെ ചേർത്തിട്ട് സാമ്പാറൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെന്ന് മാത്രം. പിന്നെ ഏട്ടന് പ്രത്യേക നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മുട്ട പൊരിച്ചത് മതി കേട്ടോ ആൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുട്ട പൊരിച്ചതും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്കൊരു ചമ്മന്തി അച്ചാറില്ലെങ്കിൽ ഈ ചോറൊന്നും ഇറങ്ങുന്ന ഒരു ഭയങ്കര പാടുള്ള കാര്യമാണ്. ഏട്ടനുള്ള ഓംപ്ലേറ്റ് ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കറി ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏട്ടൻ്റെ പൊതിയങ്ങ് കൈയോടെ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. ചോറൊക്കെ വിളമ്പിട്ട് അതിനകത്ത് ഓംപ്ലേറ്റും പിന്നെ സാമ്പാർ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാതിരുന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് അംഗനവാടി പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം പാത്രമൊക്കെ ഞാൻ ചടപടയെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അംഗനവാടിയിലോട്ട് വെച്ചു. അംഗനവാടിയിലാണെങ്കിൽ പതിവില്ലാതെ ഇന്ന് എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. ടീച്ചർ ഇന്ന് ലീവാണ് കേട്ടോ. ഞാനപ്പം വിചാരിച്ചു ഇവർ എങ്ങനെ മാനേജ് ചെയ്യുന്നു. തിരിച്ചു വന്നപ്പോഴത്തേനും അവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അംഗനവാടിയിൽ അതൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്, മതിൽപ്പണി അങ്ങനെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മോനാണെങ്കിൽ ചോറ് കൊടുക്കായിരുന്നു. മോൻ്റെ എഴുപ്പ് എൻ്റെ എഴുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ വിളിച്ചിട്ട് അവിടുന്ന് പയറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ. അതൊക്കെ കഴിച്ച് ഒരു 4 മണിയായപ്പോഴത്തേനും അടുത്ത വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക്. പിന്നെ അവർ വീട്ടിൽ കുറച്ച് അവലുണ്ടായിരുന്നു, അവർ നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ശർക്കരയും തേങ്ങയും കണ്ടിട്ടിട്ട് അവരൊക്കെ നനച്ച് കൊടുത്തു. അവലും നല്ല ചായയായിട്ട് ഞാനാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡ് സ്പോട്ട്. പുറത്ത് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ തീറ്റ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളോട് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മോൻ ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ചെടികളൊക്കെ ഞാൻ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും പ്ലാസ്റ്റിക് കവറിനകത്താണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് ഗ്രീൻ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് വേണം അതിനകത്തോട്ട് മാറ്റാൻ വേണ്ടി. ഇങ്ങോട്ട് താമസം മാറിയ സമയത്ത് ഞാൻ ആദ്യം നട്ടൊരു സാധനമാണ് കേട്ടോ ആ മഞ്ഞളാണെങ്കിൽ ഒരു ചെറിയ കവറിനകത്താണ്. അത് ഞാൻ മാറ്റിയിട്ട് ഒരു വലിയ കവറിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്രീൻ ബാഗിനകത്തോട്ട് മാറ്റി കൊടുക്കണം ഭാവിയിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കിളച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മോള്. അതവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ വിളക്കൊക്കെ കൊളുത്തിട്ട് വന്നപ്പോഴത്തേന് ഏട്ടൻ വരാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ മറ്റൊരു കാത്തിരിപ്പ്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെ കാത്തിരിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാൻ